നല്ല കറുപ്പുള്ള മുടിയും നമുക്കൊരു കളർ ചേഞ്ച് നാച്ചുറലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. നാച്ചുറലായിട്ട് ബർഗണ്ടി കളറാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കണ്ടാലോ. പക്കയായിട്ടുള്ള ബ്ലാക്ക് കളറാണ് എൻ്റെ ഹെയർ. അപ്പോൾ ഈ ഹെയറിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് എങ്ങനെയാണ് ഈ ഹെന്ന തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ജെൻസിനും ലേഡീസിനും ഒരുപോലെ ട്രൈ ചെയ്യാം. എനിക്ക് ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എത്രമാത്രം ഡിഫറൻസ് നമ്മുടെ ഹെയറിലുണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഹെയർ കണ്ടല്ലോ, ബ്ലാക്ക് കളറാണ്, നല്ലപോലെ ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഈ ഹെയറിൽ നമുക്ക് ഒരു ബർഗണ്ടി കളറ് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എത്രമാത്രം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒട്ടും നമ്മളുടെ ഹെയറിൽ ഓയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഓയിൽ ചെയ്ത് മസാജ് ചെയ്തിട്ട് അത് ഷാമ്പു വാഷ് ചെയ്യുക. എന്നിട്ട് ഒട്ടും ഓയിൽ ഇല്ലാത്ത രീതിയിൽ നമ്മളുടെ ഹെയറിനെ ആക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഹെന്നയുടെ പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഹെന്ന പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണിത് യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് കട്ടൻ ചായ തയ്യാറാക്കാം. കുടിക്കാനല്ല കേട്ടോ, നമുക്കിത് ഹെയറിൽ പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 വലിയ സ്പൂൺ ചായപ്പൊടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് അരിച്ച് വെക്കുക, തണുപ്പിച്ചെടുക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇതില്ലെങ്കിലും വഴിയുണ്ട്, പറഞ്ഞുതരാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാം ബഞ്ചാരാസിൻ്റെ നാച്ചുറൽ ഹെന്ന പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതല്ല വെച്ചാൽ നമുക്ക് ആപ്റ്റായിട്ടുള്ള ഏത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൽ കുറച്ച് ഹെർബ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നെല്ലിക്കാപ്പൊടി, അതുപോലെ തന്നെ ഉലുവാപ്പൊടി, ബ്രിങ്കരാജ്, അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ പൊടിയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് യാതൊന്നും അതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വില വരുന്നത് 30 രൂപയാണ്. 50 ഗ്രാമിൻ്റെ പൊടിയുമാണ്. അപ്പോൾ എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് ഒരു പാക്കറ്റ് മതി. പിന്നെ നമ്മളുടെ തിക്നെസ് അനുസരിച്ച്, നമ്മളുടെ വോളിയം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഹെയറിൻ്റെ എത്രയാണോ നമുക്കറിയാമല്ലോ, അതിനനുസരിച്ച് നമ്മൾ എടുക്കാം. 1-2 പാക്കറ്റ് യൂസ് ചെയ്യാം. എൻ്റെ അത്രയും ഹെയറുള്ള ആൾക്കാർക്ക്, നമ്മുടെ കഴുത്തിന് താഴെ ഒപ്പം ഹെയറുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരെണ്ണം മതി. ഇതിലേക്ക് നമുക്ക് നല്ല പോലെ തിളപ്പിച്ചാറിച്ച കട്ടൻ ചായ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ബീട്രൂട്ടിൻ്റെ പൊടിയാണ്. അഥവാ ഇതിലും നല്ലത് സത്യം പറഞ്ഞാൽ നമ്മൾ ബീട്രൂട്ടിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ളത് തന്നെയാണ്. അത് നമ്മൾ തൊലിയൊന്നും ചെത്തണ്ട, അല്ലാണ്ട് തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം രാത്രി മുഴുവൻ നമ്മൾ വയ്ക്കുക. അപ്പോൾ വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലാണ്, ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. എഗ് വൈറ്റ് മാത്രമാണെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട്, ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. സാധാരണ നമ്മൾ ഹെന്ന ഉണ്ടാക്കുമ്പോൾ കോഫി പൗഡറൊക്കെ ചേർക്കാറുണ്ട് ചായപ്പൊടിയുടെ കൂടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഹെയർ ഒന്ന് ബർഗണ്ടി കളറാകാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് ചായപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ദിവസം രാത്രി നമ്മൾ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുക്കുമ്പോഴും നമ്മൾ 1 സ്പൂൺ ബീട്രൂട്ടിൻ്റെ പൊടി, 1-2 സ്പൂൺ ബീട്രൂട്ടിൻ്റെ പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ 2-3 സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസോ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നെല്ലിക്കാപ്പൊടിയൊക്കെ ഓൾറെഡി നമ്മളുടെ ഹെന്ന പൊടിയിൽ ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും ചേർക്കണ്ട. അപ്പോൾ കണ്ട ഒരു ബർഗണ്ടി കളർ തന്നെയാണ് നമ്മുടെ ഹെന്ന പൊടി ആയി വരും. അപ്പോൾ ഇതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട, നമുക്ക് ഹെയറിൽ മിക്സ് ചെയ്യാനായിട്ട് ആയിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഇല്ലെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു ഇരുമ്പിൻ്റെ ആണി ഇട്ട് വെച്ച് മതി. പിറ്റേ ദിവസം നമ്മൾ എടുത്തിട്ട് നമുക്ക് നോർമൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇനി നമ്മൾ നന്നായിട്ട് കഴുകി ഒട്ടും നമ്മളുടെ ഓയിലൊന്നും ഇല്ലാത്ത ഹെയറിൽ ഇത് സ്കാൽപ്പിലും ഹെയറിലും ആയിട്ട് തേച്ച് കൊടുക്കുക. സ്കാൽപ്പിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഹെയർ കെയറിനും നല്ലതാണ്. അപ്പോൾ സ്കാൽപ്പിലും ഹെയറിലും കൂടെ നമ്മൾ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമ്മൾ വെച്ച് ശേഷം മാത്രം കഴുകുക. ഹെയർ നല്ലപോലെ ഗ്രേ ഹെയർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിട്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഡിഫറൻസ് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഒരു ചെറിയ ഷെയ്ഡ് ഡിഫറൻസും മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള വെള്ളത്തിൽ നന്നായിട്ട് നമ്മളുടെ ഈ ഒരു ഹെന്നയുടെ അംശമെല്ലാം കഴുകിക്കളയുക.
അതിനുശേഷം നമ്മൾ ബീട്രൂട്ട് എടുത്തിട്ട് ബീട്രൂട്ട് അരച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഇല്ലേ, അതായത് നമ്മൾ ബീട്രൂട്ട് അരച്ചെടുത്തിട്ടുള്ള ആ ജ്യൂസ് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ആ ജ്യൂസ് കൊണ്ട് തന്നെ നമ്മൾ ഹെയർ ലാസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ നല്ല പോലെ കളർ കിട്ടും. അപ്പോൾ ഇത് ഞാൻ നല്ല വെയിലത്ത് നിന്നെടുത്തതാണ്. അപ്പോൾ നമ്മൾ നല്ല കറുപ്പ് കളറുള്ള ആൾക്കാർക്ക് ഏകദേശം ഈ ഒരു കളറിലൊക്കെ കിട്ടും. അപ്പോൾ നമുക്കിത് കുറച്ച് നാളൊക്കെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. പെർമനൻ്റ് അല്ല, പക്ഷെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റായിട്ട് വാട്സപ്പ് നമ്പർ 9496532598 എന്ന വാട്സപ്പിലേക്കോ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്ത് കാണിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ കിഡ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.